ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എന്തുണ്ടായിരിക്കാം? ക്യാഷിനോ ബാങ്കിനോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അതിനെന്തില്ല? നോ സച്ച് ഓപ്പണിംഗ് ബാലൻസ്. സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള സിമിലാരിറ്റി? സിമിലർ ടു ക്യാഷ് ബുക്ക് ഓഫ് എ ബിസിനസ് കൺസേൺ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്താണ്? ഒരു ബിസിനസ് കൺസേണിന്റെ ക്യാഷ് ബുക്കിന് ഇക്വലന്റ് ആണ്. മറ്റേത് എന്തായിരിക്കും? അപ്പം ഒരു ബിസിനസ് കൺസേണിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആയിരിക്കും. Sides of account: receipts on debit side, payment on credit side, income on credit side and expenditure on debit side. Period: all receipts and payment relating to current year, succeeding or preceding years are considered. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് വരുമ്പോൾ അതിൽ തന്നിരിക്കുന്ന കറണ്ട് ഇയർ ആകാം, പ്രീവിയസ് ഇയർ ആകാം, സക്സീഡിങ് ഇയർ ആകാം, എല്ലാ റെസിപ്റ്റ്സും പേയ്മെന്റും കൺസിഡർ ചെയ്യും. പക്ഷേ ഇൻകം ശ്രദ്ധിച്ചോണം. റവന്യൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു കറണ്ട് ഇയർ ഈസ് ഓൺലി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. കറണ്ട് ഇയറിലെ മാത്രമേ നമ്മൾ എവിടെ എടുക്കൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യൂ. അത് റവന്യൂ നേച്ചർ ആയിരിക്കുകയും വേണം. ഇത് ക്യാപിറ്റൽ ഐറ്റംസ്. ആൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ എന്ത് വരും? എല്ലാ ക്യാപിറ്റൽ റെസീപ്റ്റ്സും പേയ്മെന്റും ഇൻക്ലൂഡഡ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എന്തല്ല? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഇൻക്ലൂഡ് അല്ല, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. നോൺ ക്യാഷ് എക്സ്പെൻസ്. നോൺ ക്യാഷ് എക്സ്പെൻസ് സച്ച് ആസ് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എക്സെട്ര നോട്ട് കൺസിഡേർഡ്. ഡിപ്രിസിയേഷനോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റോ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ എടുക്കരുത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കരുത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുമ്പോഴോ നോൺ ക്യാഷ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ട്. കറണ്ട് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോൺ ക്യാഷ് എക്സ്പെൻസും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യും. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. നോ അഡ്ജസ്റ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ ഐറ്റംസിനൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റും എവിടെയില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിലില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻസിൽ നോക്കിയേ, ആൾ ദീസ് ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ മസ്റ്റ് ബി അഡ്ജസ്റ്റഡ്. ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യണം. അടുത്തതാണ് ക്ലോസിംഗ് ബാലൻസ്. It represents the balance of cash in hand and at bank or bank overdraft. നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാം? ക്യാഷ് ഇൻ ഹാൻഡ് ആകാം, ബാങ്കിലുള്ള ബാലൻസ് ആകാം, അല്ലെങ്കിൽ എന്താകാം? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആകാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് എയ്തർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഓക്കെ, സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ക്യാഷ് കിട്ടുന്നോ അല്ലെങ്കിൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആകുന്നോ, അപ്പോൾ ആക്ച്വലി പേയ്മെന്റ് നടത്തുന്നുണ്ടോ, ആക്ച്വലി റെസിപ്റ്റ് നടന്നിട്ടുണ്ടോ, അതിന്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റേത് ബേസ്ഡ് ഓൺ അക്രൂവൽ ഓർ മെർക്കൻഡൈൽ സിസ്റ്റം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇല്ലേ? അപ്പോൾ ഇത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് സീക്കിംഗ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻഡ് റിസൾട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുമ്പോൾ എന്ത് വരും? പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഓർ പ്രോഫിറ്റ്. ദ സർപ്ലസ് cannot be distributed among the members but it is added to the capital fund. എന്താണ് ഇവിടെ? നമുക്ക് സർപ്ലസ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുമ്പോൾ ഓണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു പ്രോഫിറ്റ്. ട്രീറ്റ്മെന്റ് ഓഫ് സം പെക്യൂലിയർ ഐറ്റംസ്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് മെയിൻ ഐറ്റംസ് ഉണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഏറ്റവും മെയിൻ ഐറ്റം ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ നോർമൽ ഇൻകം എങ്ങനെയാണ് അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ എവിടെ എടുക്കാവൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കാവൂ. അത് എവിടെ കാണിക്കുന്നു? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2005-06 നമ്മളെ 2005-2006 വർഷമാണെന്ന് അസ്യൂം ചെയ്യുക. അവിടെ നമുക്ക് 20,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അതിൽ നിന്നും സബ്സ്ക്രിപ്ഷൻസ് ഫോർ ദ ഇയർ 2004-05 ലെസ് ചെയ്യുക. അതായത് മുൻ വർഷത്തത് ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2004-05 2005-2006 തൊട്ട് മുമ്പുള്ള വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2006-2007
2006, 2007, 2005, 2006 ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സക്സീഡിങ് ഇയർ 2006, 2007 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. പിന്നെ ആഡ് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ 2005-06. അതായത് സബ്സ്ക്രിപ്ഷൻ നമുക്ക് 2005, 2006 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് 20,000 കിട്ടിയത്. ആ 20,000 എന്തൊക്കെ വരാം? മുൻ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ വരാം, തൊട്ടടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷനും വരാം. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് 2005, 2006 എല്ലാ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നത്. Subscription received for some specific purpose should be capitalized and shown on the liability side of the balance sheet. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ക്വസ്റ്റ്യനിൽ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കുക, ക്യാപിറ്റലൈസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. എവിടെ കാണിക്കണം, ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. എക്സാമ്പിൾ, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, ഇതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഡൊണേഷൻ, സ്പെസിഫിക് ഡൊണേഷൻ treated as capital receipt and shown on the liability side of balance sheet. സ്പെസിഫിക് ഡൊണേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്, ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ ലൈബ്രറി. ഡൊണേഷൻ, general donation given for general purpose. If it is a large amount, it should be capitalized and shown on the liability side, and if it is a small amount, it can be shown on the credit side of income and expenditure account. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ജനറൽ പർപ്പസിന് വേണ്ടിയാണ് കിട്ടുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ ലാർജ് എമൗണ്ട്, ഇതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ എമൗണ്ട്, നമ്മൾ ആ തന്നിരിക്കുന്ന പർട്ടിക്കുലേഴ്സ് നോക്കുമ്പോൾ അറിയാലോ കമ്പാരിറ്റീവ്ലി എമൗണ്ട് കൂടുതലാണോ കുറവാണോ എന്ന്. കൂടുതലാണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യുക, കുറവാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുക. ടു ബി അതായത് എമൗണ്ട് ഇവിടെ നോക്കി, പിക്ചറിൽ തന്നെ സൈസ് കൂടുതലും കുറവും കാണിച്ചിട്ടുണ്ട്. ഒരുപാടാണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നു, കുറവാണെങ്കിൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ ബോഡീസ് ഫോർ ഡേ ടു ഡേ എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് ഇൻകം. ബട്ട് ഗ്രാൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയാണ് ഗ്രാൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഇൻകം ആയിട്ടും, അതുമല്ല അതൊരു സ്പെസിഫിക് പർപ്പസ്, അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ ആണെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ലെഗസി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ആൻ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് കാലശേഷം അല്ലെങ്കിൽ മരണശേഷം ഒക്കെ കിട്ടത്തില്ലേ, അങ്ങനെയുള്ളതാണ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ സ്മാൾ എമൗണ്ട്, നമ്മൾ ഡൊണേഷന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എൻഡോവ്മെന്റ് ഫണ്ട് മെയിൻ ഫോർ പ്രൊവൈഡിങ് പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. അതായത് പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട്, ഒരു സപ്പോർട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോവുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ് എൻഡോവ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എൻട്രൻസ് ഫീ കളക്റ്റഡ് ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അവിടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ അവരെ സമീപിക്കുമ്പോൾ അഡ്മിഷന് വേണ്ടി ഒരു ഫീസ് ഉണ്ടെന്ന് പറയും, അതാണ് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ സ്മാൾ എമൗണ്ട് ട്രീറ്റ് ആസ് റവന്യൂ ഐറ്റം. ഒരു ലാർജ് എമൗണ്ട് ആണെങ്കിൽ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ഐറ്റം. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതിൻ്റെ സെയിൽ നടത്തുന്നത് എന്താണ്, ക്യാപിറ്റലൈസ് ആണ്. പക്ഷേ ഇഫ് ദർ ഈസ് എ പ്രോഫിറ്റ് ഓർ ലോസ്, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ. സെയിൽ നടത്തുന്നത് ക്യാപിറ്റൽ ആണ്, പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ലോസ് എവിടെ കൺസിഡർ ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യണം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, ഇതും ശ്രദ്ധിക്കുക. ഈ രണ്ട് ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. സെയിൽ ഓഫ് ന്യൂസ് പേപ്പറും പീരിയോഡിക്കൽസും ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. ഇത് ക്യാപിറ്റലിൽ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യാറില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. ഇനി എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. Items like stationery, sports material like bats, balls, etc. are called expenditure stock item. അപ്പോൾ നമുക്ക് എന്താണ്, സ്റ്റേഷനറി ഐറ്റംസോ അല്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയലോ ഒക്കെ കാണും, അതൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരിക്കാം.
The value of such items used is considered as expense and the value of unused items are treated as assets. അതായത് നമ്മൾ ആ ഒരു സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനറിയുടെ സ്റ്റോക്കിൽ നിന്നും ആ വർഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പെൻസ് ആയിട്ടും, ആ വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ എന്തായിട്ടും തന്നെ എടുക്കും, അസറ്റായിട്ടും തന്നെ കൺസിഡർ ചെയ്യും. ഇനി സെയിൽ ഓഫ് സ്ക്രാപ്പ്, ഗ്രാസ് എക്സെട്ര ട്രീറ്റ് as ഇൻകം. അതായത് ഇപ്പം ഗ്രാസ് വരുന്നത് എങ്ങനെയാണ്, അവർക്ക് ലാൻഡ് ഉണ്ടായിരിക്കാം, ആ ലാൻഡിൽ ഗ്രാസ് ഉണ്ട്, അത് വിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാപ്പ് വരുന്നത് അതിൻ്റെ സെയിൽ നടത്തുന്നു, അതൊക്കെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യും, ട്രീറ്റഡ് ആസ് ഇൻകം. ലൈഫ് മെമ്പർഷിപ്പ് ഫീ. It is a lump sum amount received from certain members towards life membership instead of annual subscription. അതായത് വർഷത്തിലുള്ള സബ്സ്ക്രിപ്ഷന് പകരം ഒരു വലിയ എമൗണ്ട് ചില മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആയിട്ട്. ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അങ്ങനെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, ടൂർണമെന്റ് ഫണ്ട്, charity fund, prize fund, endowment fund, etc. If there is any expense or income relating to that fund, it should not be shown in the income and expenditure account but adjusted to that fund on the liability side. അപ്പോൾ ഇങ്ങനെ ടൂർണമെന്റ് ഫണ്ട്, ചാരിറ്റി ഫണ്ട്, പ്രൈസ് ഫണ്ട്, എൻഡോവ്മെന്റ് ഫണ്ട്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തരുന്ന ഫണ്ട് കാണും. അപ്പോൾ ഈ ഫണ്ട് വെച്ച് നമുക്ക് എന്തുമായിട്ടുണ്ടായിരിക്കും, എക്സ്പെൻഡിച്ചർ ഇൻകർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ടൂർണമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് എഴുതുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, അതിനുണ്ടായ എക്സ്പെൻസ് കുറച്ച് കാണിക്കുക, നെറ്റ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ തന്നെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ട്രീറ്റ് ചെയ്തേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ പ്രൈസ് ഫണ്ട് ഉണ്ട് 80,000, പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് 80,000, ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 8,000, പ്രൈസസ് അവാർഡഡ് 6,000. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു പ്രൈസ് ഫണ്ട് കിട്ടി, അവരതെന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗും കിട്ടി. അവർ ആ വർഷം എന്ത് ചെയ്തു, പ്രൈസ് അവാർഡ്, പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ഒരു 6,000 രൂപയെ ചിലവായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണിച്ചേക്കുന്നത് നോക്കിയേ, ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇതിനകത്ത് എന്താണ് അസറ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ലേ, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്താണ്, പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് കിട്ടില്ല അത് തിരിച്ച്, അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിച്ചു. ഇനി ഈ പ്രൈസ് ഫണ്ട് വേറെ എവിടെ നിന്ന് നമ്മൾക്ക് റിസീവ് ചെയ്തതല്ലേ, അപ്പോൾ അത് നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി ഔട്ടർ കോളത്തിൽ കാണിച്ചിട്ടില്ല, അത് ഇന്നർ കോളത്തിൽ എഴുതി. ഇതിനകത്ത് എന്തിനാണ്, അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയാണ്. ഇതിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഈ പ്രൈസ് ഫണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൈസ് ഫണ്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ ഇൻകം കിട്ടി 8,000. അതിനകത്തുനിന്ന് പ്രൈസ് അവാർഡ് എത്രയാണ്, 6,000 ആണ്. ആ എക്സ്പെൻസ് കാണിക്കുന്നു, ഡിഫറൻസ് എമൗണ്ട് 82,000 നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു.